إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وبدعة كل ضلال في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹനിധികളായ വിശ്വാസിനികൾ, സർവാധിനാഥനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും പ്രാധാന്യത്തോടുകൂടെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയ്ക്ക് തന്നെ അവന്റെ ദീനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും മരണം ജീവിതത്തിന്റെ ഏതു വഴികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് അടുക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് അംഗീകരിച്ച് മരണം കൈവരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ, മുജാഹിദുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ സഫ് ക്രമീകരിച്ചിരിക്കാം. ഈ ലൈറ്റും വരണം. സഫ് പൂർത്തിയാക്കുക എന്നുള്ളത് ജുമായുടെ മര്യാദകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം
കാലമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ഒരു റമളാൻ ധാരാളം നന്മകൾ ചെയ്ത് ജീവിതത്തിൽ ചെയ്തു വച്ച പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉടമകളായി ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. റമളാൻ കഴിഞ്ഞല്ലോ, ഇനി നന്മകളൊന്നും ചെയ്യണ്ട, അതല്ല ഇനി സൽക്കർമ്മങ്ങളൊന്നും അധികമായി ജീവിതത്തിലേക്ക് ചേർത്തു വെക്കണ്ട എന്ന് നമ്മൾ ആരും മനസ്സിൽ കരുതാറില്ല. നമസ്കരിക്കണമെന്ന ആഗ്രഹവും സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന മോഹവും അതിനുള്ള തയ്യാറെടുപ്പുമെല്ലാം ജീവിതത്തിൽ നമ്മൾ നിലനിർത്താറുണ്ട്. പക്ഷേ അതിനെ തടയിടാൻ വരുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ മുഖ്യ ശത്രുവാണ്. അത് നമ്മുടെ ജ്യേഷ്ഠനോ ബാപ്പയോ അയൽവാസിയോ നമുക്ക് വിദ്വേഷവും പകയുമുള്ള മറ്റാരുമല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അത് പിശാചാണ്. അതുകൊണ്ട് ആമുഖമായി കൊണ്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത് ആ പിശാചിൽ നിന്നുള്ള ശരണം, രക്ഷയ്ക്കു വേണ്ടി 5 നേരത്തെ നമസ്കാരത്തിലും ഓരോ വിശ്വാസിയും സദാസമയം നടത്തണം എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, നന്മകളിൽ മുന്നേറുക എന്ന് പറയുന്നത് റമളാനിൽ നമ്മൾ ശീലിച്ച ഏറ്റവും നല്ല ഒരു ശീലമാണ്. അത് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത്തരത്തിൽ നമുക്കൊക്കെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്ന, നമ്മളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച്, ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് ഉണർത്താനും അതുമായി ബന്ധപ്പെട്ട പ്രതിഫലവും ഓർമ്മപ്പെടുത്തുവാനുമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കടമകൾ, അവന്റെ ബാധ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ആരോടൊക്കെയാണ് കടമയുള്ളവൻ, അവന്റെ ബാധ്യതയാവട്ടെ കടമകളാവട്ടെ എങ്ങനെയാണ് അവൻ പൂർത്തീകരിക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിനോട് അവന്റെ പ്രതിബദ്ധതയുണ്ടാവേണ്ടത്, ആ രീതിയിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണുവാൻ കഴിയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയാൻ, നിന്റെ സഹോദരൻ, അതല്ലെങ്കിൽ നിന്റെ അയൽവാസി, അതല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരൻ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവനാവട്ടെ, ഇനി അതല്ല നിന്റെ മതത്തിൽപ്പെട്ടവനാവട്ടെ പെടാത്തവനാവട്ടെ, നിനക്കെല്ലാം അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബാധ്യതയുണ്ട്, കടമയുണ്ട്. ഏതാണ് ആ കടമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഒരാൾ രോഗിയാവുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ രോഗിയാവുകയാണെങ്കിൽ അവനെ സന്ദർശിക്കുക, അവനെ പരിചരിക്കുക, അവനുവേണ്ടി പ്രാർത്ഥിക്കുക, അവനുവേണ്ടി എല്ലാ സഹായങ്ങളും നൽകുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സൽക്കർമ്മമാണ്. അതോടൊപ്പം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എന്താ? അത്ഇമുൽ ജാഇ, വിശക്കുന്നവന്റെ വിശപ്പടക്കുക എന്ന് പറയുന്നത്
മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതിനെ തുടർന്ന് റസൂലുള്ളാഹി പറയുകയാണ്, വഅഊദുൽ മരീദ്, രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ അവന് നീ രോഗസന്ദർശനം നടത്തുക എന്ന് പറയുന്നത് മുസ്ലിമേ നിന്റെ ബാധ്യതയാണ്, മുസ്ലിമേ നിന്റെ കടമയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ രോഗികളെ സന്ദർശിക്കാറുണ്ട്, പലരുടെയും രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്, അല്ലേ? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അന്ത്യനാളിൽ പരലോകത്ത് വെച്ചുകൊണ്ട് ആദമിന്റെ സന്തതികളുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു സംഭാഷണത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുദ്സിയായി വന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, യാ ഇബ്നു ആദം, ഓ എന്റെ ആദം, ആദമിന്റെ സന്തതികളെ, മരിദതു ഫലം തുഅദുനി, ഞാൻ രോഗിയായി കിടന്നപ്പോ നിങ്ങളാരും എന്നെ സന്ദർശിച്ചിട്ടില്ല എന്ന് അല്ലാഹ് ആദമിന്റെ സന്തതികളോട് പറയും. എന്താ പറയാ? ഞാൻ രോഗിയായിരുന്നു, ആ സമയം നിങ്ങളാരും എന്ത് ചെയ്തിട്ടില്ല, എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് അല്ലാഹ് ആദമിന്റെ സന്തതികളോട്, അഥവാ നാം ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്നിട്ട് അതിന് മറുപടിയായി മനുഷ്യർ പറയുന്നതായി കാണാൻ കഴിയും, യാ റബ്ബി കൈഫ അഊദു ബിക വഅൻത റബ്ബുൽ ആലമീൻ. അല്ലാഹ്, ലോകരക്ഷിതാവായ അല്ലാഹ്, നീ അൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവല്ലേ, നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹ് നിന്നെ ഞങ്ങൾ സന്ദർശിക്കേണ്ടത്? അല്ലാഹുവോട് മനുഷ്യര് പറയാണ്, അല്ലാഹ് നീ അൻത റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവാണല്ലോ, നീ എങ്ങനെയാണ് രോഗിയാവുക, നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സന്ദർശിക്കുക എന്ന് മനുഷ്യരായ ആളുകൾ അല്ലാഹുവിനോട് പറയും. ആ സമയം അല്ലാഹ് പറയുകയാണ്, അമ്മാ അലിംതു അന്ന അബ്ദി ഫുലാൻ മരീദ് ഫലം തഅദുഹു. നിന്റെ അയൽപക്കത്ത്, നിന്റെ പരിചയത്തിലുള്ള, നിന്റെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ രോഗിയായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ രോഗിയായിട്ടുണ്ടായിരുന്നു. അവരെ നീ സന്ദർശിക്കുമായിരുന്നുവെങ്കിൽ, അവരെ നീ പോയി അവർക്ക് വേണ്ടി നീ പരിചരണം നടത്തുമായിരുന്നുവെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരിൽ, അവരിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിൽ 6 കടമകളുണ്ട്. ആ കടമകൾ പഠിപ്പിക്കുന്നിടത്തെല്ലാം കാണാൻ കഴിയും, നിന്റെ ഒരു മുസ്ലിം മറ്റൊരു സഹോദരന് രോഗിയാകുമ്പോ അവനെ സന്ദർശിക്കുക എന്ന് പറയുന്നത് നിന്റെ ബാധ്യതയാണ്, നിന്റെ കടമയാണ് എന്നുള്ളത്. സഹോദരന്മാരെ, നമ്മളും രോഗസന്ദർശനം നടത്താറുണ്ട്. നമ്മുടെ വീട്ടിലും രോഗികളുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിലും രോഗികളുണ്ട്, നമ്മുടെ അയൽപക്കത്തും രോഗികളുണ്ട്. പക്ഷേ നമ്മളാരും ഗൗരവത്തോടെ ഈ രോഗസന്ദർശനം എന്ന് പറയുന്നത് ഇസ്ലാം വളരെ പ്രാധാന്യം അർഹിപ്പിക്കുന്ന ഒന്നിനെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാറില്ല. അതിന് വേണ്ടത്ര ഗൗരവത്തിലോ പ്രാധാന്യത്തിലോ നമ്മൾ കാണാറില്ല. നമ്മൾ രോഗസന്ദർശനം നടത്തും. എന്തേ കാരണം? ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അസുഖമുണ്ടായിട്ട്, അതല്ലെങ്കിൽ എന്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് അസുഖമുണ്ടായിട്ട് അയാളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അവന്റെ വീട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്റെ കുടുംബത്തിൽ ഒരാൾ മാസങ്ങളായി രോഗിയായി, ക്യാൻസർ രോഗിയായി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖബാധിതനായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ
ഒരാൾക്ക് ഇത്രയും മാസമായിട്ട് ഞാൻ ഒന്നുപോലും ഒരു ദിവസം പോലും അയാളെ കയറി കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കുടുംബക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അല്ലേ? നമ്മളൊക്കെ രോഗസന്ദർശനം നടത്തുമ്പോ ഒരുപക്ഷെ ആ ഒരു മനസ്ഥിതിയോടുകൂടിയാണ് രോഗസന്ദർശനം നടത്താറുള്ളത്. അങ്ങനെയാവരുത്. ഇസ്ലാം അതിന് പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. അതിന് ധാരാളം പ്രതിഫലം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വലിയ പുണ്യമുള്ള കാര്യമാണ്. സഹാബാ കിറാം അവരൊക്കെ രോഗസന്ദർശനത്തിന് മത്സരബുദ്ധിയോടുകൂടെ ഒരാൾ പോകുന്നതിനേക്കാൾ അവനെ ആദ്യം എനിക്ക് സന്ദർശിക്കണം, അവന് വേണ്ടി ആദ്യം എനിക്ക് പ്രാർത്ഥിക്കണം. ആ രോഗി ആരാണോ അവന് വേണ്ടി എന്നാൽ ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം ഉണ്ടോ, ഒരുപക്ഷെ എല്ലാവർക്കും സാമ്പത്തികമായി കൊണ്ട് സഹായിക്കാൻ കഴിയണമെന്നില്ല. അവനെ കൊണ്ട് ശാരീരികമായി എന്റെ ശരീരം കൊണ്ട് എന്തൊക്കെ സഹായമാണോ, അതല്ല എന്റെ ഉപദേശങ്ങൾ കൊണ്ടാണെങ്കിൽ, എന്റെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സഹായം കൊണ്ടാണെങ്കിലും അവരെ സഹായിക്കണമെന്ന മനസ്സിനോടുകൂടി മത്സരബുദ്ധിയോടുകൂടിയായിരുന്നു അവരൊക്കെ രോഗസന്ദർശനത്തിനെ കണ്ടിരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അറിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുവാൻ കഴിയുക. കുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശനത്തിനുള്ള പ്രതിഫലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോ, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോ അവിടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ്? ആ രോഗിയുടെ അടുക്കലേക്ക് പോകുമ്പോ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മുതൽ, അവനോട് സംസാരിക്കുന്ന സംസാരം മുതൽ, അവന്റെ അടുക്കൽ ഇരിക്കുന്ന ഇരുത്തം മുതൽ, അവനടുക്കൽ പോകുന്ന സന്ദർശനത്തിന്റെ സമയം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ ഒരു സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ സന്ദർശിക്കുവാനായി കൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇന്നൽ മുസ്ലിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസിൽ ഫീ ഖുർഫത്തിൽ ജന്ന. ഒരു മുസ്ലിം, തന്റെ ഒരു മുസ്ലിം രോഗിയായിട്ടുള്ള തന്റെ ഒരു സഹോദരൻ രോഗിയായിക്കൊണ്ട് കിടക്കുമ്പോൾ അവനെ സന്ദർശിക്കാനായി പുറപ്പെട്ടാൽ അവൻ മടങ്ങിയെത്തുന്ന സമയമത്രയും ഖുർഫത്തുൽ ജന്നയിലായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ രോഗിയായി കൊണ്ട് കിടക്കുകയാണ്, നിങ്ങൾ ആ മനുഷ്യനെ കാണാൻ വേണ്ടി പോകുന്നു, നിങ്ങൾ ആ സഹോദരന് വേണ്ടി പരിചരിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു, നിങ്ങളെ പോകുന്ന സമയം എത്രയും ഖുർഫത്തുൽ ജന്നയിലാണ്, ഖുർഫത്തുൽ ജന്നയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഖുർഫത്തുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലേ, അങ്ങ് ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞല്ലോ, രോഗിയുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ പ്രതിഫലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. റസൂലേ, എന്താണ് ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ കനികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് രോഗസന്ദർശനം നടത്തുന്ന സമയം അത്രയും അവൻ ഖുർഫത്തുൽ ജന്നയിലാണ്, സ്വർഗത്തിലെ ഖനിയാണ്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ രോഗസന്ദർശനത്തിന് പോയിട്ടുണ്ട്, ഉമ്മ രോഗിയായി കൊടുക്കുമ്പോൾ നമ്മൾ രോഗസന്ദർശനത്തിന് പോയിട്ടുണ്ട്,
ഉപ്പ രോഗിയാകുമ്പോഴും ജ്യേഷ്ഠനാണെങ്കിലും അയൽവാസിയാണെങ്കിലും കുടുംബത്തിലുള്ള പലരാണെങ്കിലും രോഗസന്ദർശനത്തിന് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് പുണ്യമേറുന്നത്. ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ടതുണ്ട്. തീർന്നോ? ഇല്ല. പ്രതിഫലങ്ങൾ ഇനിയും ധാരാളമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോ അവനെ സന്ദർശിക്കാനായി പുറപ്പെടുന്നത് സമയമത്രയും അയാൾക്ക് അല്ലാഹുവിന്റെ സമൃദ്ധമായ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പൂന്തോട്ടത്തിലാണ് അയാൾ. രോഗസന്ദർശനത്തിലുള്ള പ്രതിഫലമാണ്. ഒരാൾ അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആകാംക്ഷിച്ചുകൊണ്ട് അയാൾ രോഗസന്ദർശനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അയാൾക്കുള്ള പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയാൾക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ പ്രഭാതത്തിലാണ് രോഗിയെ കാണാൻ വേണ്ടി പോകുന്നത്. അയാൾക്ക് വൈകുന്നേരം വരെ അയാൾക്ക് 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് വൈകുന്നേരമാണ് രോഗസന്ദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അയാൾക്ക് രാവിലെ വരെ പ്രഭാതം വരെ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഈ പുണ്യം ആഗ്രഹിച്ച് ഈ പുണ്യം നേടിയെടുക്കണമെന്ന നിയ്യത്തോടുകൂടി എത്ര രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരന്മാരെ, അല്ലേ? എന്നാലോചിച്ചാൽ മതി, നമ്മൾ എന്തുദ്ദേശത്തിന്റെ പേരിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ആളുകൾ എന്നെ കുറിച്ച് എന്തു പറയും? ഞാൻ 5 നേരം പള്ളിയിൽ പോകുന്ന മനുഷ്യനായിട്ടും എന്റെ ഉപ്പ രോഗിയായിട്ട്, എന്റെ അയൽവാസി രോഗിയായിട്ട് അവനെ ഞാൻ പോയി സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് ആളുകൾ എന്നെ പറഞ്ഞു പരിഹസിക്കുമല്ലോ എന്ന പേടിയോട് കൂടിയാണോ നമ്മൾ പോയിട്ടുള്ളത്? അല്ല, മറിച്ച് ഇതെന്റെ കടമയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് രോഗിയാകുമ്പോ അവനെ സന്ദർശിക്കുക, അവനെ പരിചരിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് ഞാൻ അനുധാവനം ചെയ്യുന്നത്. അതിലൂടെ എനിക്കൊരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കഴിയുന്നു. എനിക്ക് സ്വർഗമാണ് അതിലൂടെ ലഭിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി റസൂലുള്ള പറയാൻ, നിങ്ങളൊരു രോഗിയെ കാണാൻ പോവുകയാണ്, നിങ്ങൾ രോഗ സന്ദർശനത്തിന് വേണ്ടി ഒരാളടുക്കലേക്ക് പോകുകയാണ്. ആ സമയം പോലും നിങ്ങൾ ആ രോഗിയുടെ രോഗം മനസ്സിലാക്കിയിട്ട് അയാളുടെ സമയം പോലും നിങ്ങൾ പരിഗണിക്കണം. സന്ദർശനത്തിന് അയാൾ ഉറങ്ങുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ രോഗ സന്ദർശനം നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മാതൃകാപരമായിട്ട് ഒരു രോഗിയെ പരിഗണിക്കുന്നു നോക്കൂ നിങ്ങൾ. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇനി നിങ്ങൾ ആ രോഗ സന്ദർശനം നടത്തുമ്പോ, ആ രോഗിയുടെ അടുത്തെത്തുമ്പോ റസൂലുള്ളാഹി പറയാൻ, നല്ലത് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, മോശപ്പെട്ടതൊന്നും നിങ്ങൾ അവിടെ സംസാരിക്കാൻ പാടില്ല. ഇദാ ഹദർതുമുൽ മരീള ഔൽ മയ്യിത ഫഖൂലു ഖൈറ. റസൂലുള്ളാഹി പറയാൻ, നിങ്ങളൊരു മയ്യത്തിന്റെ അടുക്കലേക്ക് പോകുന്നു, അതല്ല ഒരു രോഗിയുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുമ്പോ രാഷ്ട്രീയം നിങ്ങൾക്ക് സംസാരിക്കുവാൻ അനുവാദമില്ല, നാട്ടിലെ കഥകളെ കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല, ആളുകളെ കുറിച്ച് വേണ്ടാത്തത് പറയാൻ നിങ്ങൾക്ക് അവിടെ അനുവാദമില്ല. ഫഖൂലു ഖൈറ, നല്ലത് മാത്രം നിങ്ങൾ സംസാരിക്കുക. ചില ആളുകളുണ്ട്, രോഗസന്ദർശനം നടത്തുവാൻ പോകുമ്പോ ആളുകൾ പരസ്പരം ചോദിക്കും രോഗിയോട്, ഏത് ഡോക്ടറെയാ കാണിച്ചത്? രോഗി പറയും, ഞാൻ ഇന്ന ഡോക്ടറെ കാണിച്ചു. ആ സമയം സന്ദർശനത്തിന് വന്ന ആള് പറയും, ആ ഡോക്ടറേക്കാൾ നല്ല ഡോക്ടർ വേറെ ഉണ്ടായിരുന്നല്ലോ. രോഗിയുടെ മനസ്സിൽ താൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ള ബേജാറ്.
സഹോദരന്മാരെ, പാടില്ല. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുവാനും അവരുടെ കുടുംബാംഗങ്ങളെ ആ സംസാരത്തിലൂടെ പ്രയാസപ്പെടുത്തുവാനും ഒരു മുസ്ലിമിനു പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇപ്പൊ രാഷ്ട്രീയം ചർച്ചകൾ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഇലക്ഷൻ അടുത്തതുകൊണ്ട് അല്ലേ. ഒരു രോഗിയെ കാണാൻ പോകുമ്പോ നമ്മൾ അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല. ഇനി മരണ വീടാണെങ്കിലും മയ്യത്തിന്റെ അടുത്താണെങ്കിൽ പോലും അത്തരം സംസാരങ്ങൾ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താ ചെയ്യാറുള്ളത്? നമ്മുടെ നാവിനെ യാതൊരു ഇതുമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, അവിടെ ഏഷണികളുണ്ട്, പരദൂഷണമുണ്ട്, കള്ളമുണ്ട്, അല്ലേ, അപവാദങ്ങളുണ്ട്. ഏത് രീതിയിലൊക്കെ സംസാരങ്ങൾ ആ സഹോദരന്മാരെ നടത്താറുള്ളത്. കുരുങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനാ പഠിപ്പിച്ചത്. രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കുരുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും മരണാസന്നമില്ലാത്തൊരു രോഗിയെ സന്ദർശിക്കുകയാണ്, മരണാസന്നമില്ലാത്തൊരു രോഗി, ആ രോഗിയെ സന്ദർശിക്കുന്ന സമയം അദ്ദേഹത്തിന് വേണ്ടി 7 പ്രാവശ്യം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടു. ഏതാ പ്രാർത്ഥന? അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അൻ യശ്ഫീക ഇല്ലാ അഫാഹുല്ലാഹു മിൻ ദാലികൽ മരീദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അസ്അലുല്ലാഹുൽ അലീം, അർശിന്റെ റബ്ബും അതിമഹത്തായതുമായ അല്ലാഹു താങ്കൾക്ക് ഈ രോഗത്തിന് ശമനം നൽകട്ടെ എന്ന് ഒരു രോഗിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ അഫാഹുല്ലാഹു മിൻ ദാലികൽ മരീദ്, അയാളുടെ രോഗത്തിന് ശമനം നൽകാതിരിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കാണാൻ പോയിട്ടുണ്ട്, പലരിടത്തും നമ്മൾ രോഗസന്ദർശനത്തിന് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. ഏതാ പ്രാർത്ഥന? അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അൻ യശ്ഫീക. വളരെ ലളിതമായ പദം, നമ്മുടെ നാവ് കൊണ്ട് വളരെ ലളിതമായി പദമായതുകൊണ്ട് തന്നെ പഠിക്കാനും മനസ്സിൽ നിലനിർത്തുവാനും കഴിയുന്ന പദം. 7 പ്രാവശ്യം അതൊരു രോഗിയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ രോഗത്തിന് ശമനം നൽകാതിരിക്കില്ലെന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എത്ര ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് സഹോദരന്മാരെ? നമ്മൾ എത്ര ആളെ രോഗികളെ സന്ദർശിക്കുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്? കുഞ്ഞുങ്ങള്, അയാളെ ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം, ആശ്വാസത്തിന്റെ വാക്കുകൾ ആ രോഗിയോട് നടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ, അയാൾക്കൊരു അസുഖം വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സന്ദർശിക്കാനായി കൊണ്ടുപോയി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ ബഅസ അലൈക തഹൂർ ഇൻഷാഅല്ലാഹ്, സാരമില്ല, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളതിന് സങ്കടപ്പെടേണ്ടതില്ല. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണുവാൻ കഴിയും, ശുദ്ധീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ രോഗം എന്നുള്ളത് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യൻ അവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ മായ്ക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൻ ആശ്വസിപ്പിക്കേണ്ട കടമ, അവനെ സമാധാനിപ്പിക്കേണ്ട കടമ രോഗസന്ദർശനം നടത്തുന്ന ഒരാൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സന്ദർശിക്കും, അവന്റെ രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കും, അവന് പ്രാർത്ഥിക്കാൻ മറക്കും, പിന്നീട് നാട്ടുവർത്തമാനം അതല്ലെങ്കിൽ കുടുംബ ചർച്ച, അങ്ങനെ അവസാനം അവരോട് സലാം പറഞ്ഞു മടങ്ങി വരുന്നൊരു രീതി. സഹോദരന്മാരെ, പുണ്യമാഗ്രഹിച്ച് അവനു വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്താണോ, പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, അതിൽ അവനെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണെങ്കിൽ
ഏത് രീതിയിലും രോഗപരിചരണത്തിന് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തീർന്നില്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ പോകുന്ന രോഗി എന്നുള്ളത് നിങ്ങൾക്ക് പരിചരിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊടാൻ അനുവദിക്കപ്പെടുന്ന മഹറമായ ഒരാളെടുത്താണെങ്കിൽ നിങ്ങൾ അയാളുടെ ശരീരത്തിൽ തടവിക്കൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചില കുടുംബാംഗങ്ങളുടെ രോഗം സന്ദർശിക്കുമ്പോൾ പ്രവാചകന് വലത് കരം കൊണ്ട് രോഗിയെ സ്പർശിച്ചുകൊണ്ട് രോഗിക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബൻ നാസ് യദ്ഹബിൽ ബഅസ് ഇശ്ഫിൻ തുശ്ഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാൻ ശിഫാൻ ലാ യുആദുറു സഖമ. നമ്മളൊക്കെ രോഗസന്ദർശനത്തിൽ സാധാരണ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് തൊടാൻ അനുവദിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിങ്ങളുടെ വലത് കൈ വെച്ചുകൊണ്ട് നിങ്ങളിത് പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, മക്കൾ രോഗിയാവാറുണ്ട്, മാതാപിതാക്കൾ രോഗികളാവാറുണ്ട്, ഭാര്യ രോഗികളാവാറുണ്ട്, ഭർത്താവ് രോഗികളാവാറുണ്ട്. പക്ഷേ അവരെ ആരും നമ്മൾ ഇന്നേ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒരു മാതൃകയിലൂടെ ജീവിതത്തിൽ ശുശ്രൂഷിച്ചവരാണോ, പരിചരിച്ചവരാണോ എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്, നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. അവരെ ജീവിതത്തിന്റെ ഏതവസാനം വരെ അവരെ പരിചരിക്കേണ്ടത്, അവരെ നോക്കേണ്ടത് ഏതൊരവസ്ഥയിലും നമ്മുടെ ബാധ്യതയാണ്. ഉമ്മയോടും ഉപ്പയോടും സഹോദരങ്ങളോടും വിദ്വേഷവും പകയും വെച്ച് നടക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതേറ്റവും വലിയ ശാപമാണ്, അള്ളാഹുവിന്റെ കോപത്തിന് ഏറ്റവും ഇരയാകുന്ന കാരണമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബ വന്നിരുന്നു. പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, സഹോദരങ്ങളോട് ആരെങ്കിലും വിദ്വേഷം വെച്ച്, പകവെച്ച് അവരോട് തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ ചില ആൾ പറഞ്ഞു, റസൂലേ ഉണ്ട്, ഞങ്ങളിൽ ചില ആളുകളുണ്ട് കുടുംബക്കാരോട് വിദ്വേഷമുള്ള, ചില നിസ്സാരമായ കാര്യങ്ങൾക്ക് പിണങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം, നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുവാൻ അർഹതപ്പെട്ടവരില്ല. എന്തേ എന്ന് സഹാബത്ത് ചോദിച്ചു. പ്രവാചകരെ, അവർ ഈ സദസ്സിൽ ഇരുന്നാൽ എന്ത് കുഴപ്പമാണ് റസൂലേ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ കാരുണ്യം, അവർ കുടുംബ ബന്ധം മുറിച്ചതിന്റെ പേരിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്ക് ഇറങ്ങേണ്ട റഹ്മത്തിന്റെ കാരുണ്യം അത് തടയപ്പെടാൻ അത് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മളിൽ ചില ആളുകളുണ്ട്, മാതാപിതാക്കൾക്ക് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവരുടെ മരുന്നിനു വേണ്ടി അവരെ വീട്ടിലെത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കടമയായി തീർന്നു, എന്റെ ബാധ്യത അവസാനിച്ചു എന്ന് കരുതുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരെയും കുറിച്ചല്ല, മുസ്ലിം സമുദായത്തിലെ ചില കഥകൾ കേൾക്കുമ്പോ, കഥകൾ അറിയുമ്പോ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അല്ല സഹോദരന്മാരെ, സഹാബ അവരുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ അയൽവാസികൾക്ക് രോഗം വരുമ്പോ അവർ പരിചരിക്കുന്നത് ദിവസങ്ങളോളം, അവരുടെ ജോലികളെ മാറ്റി, അവരുടെ പ്രയാസങ്ങളെ പരിഗണിക്കാതെ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടായി കാണാതെ അവർക്ക് വേണ്ടി എല്ലാ നേരവും ശുശ്രൂഷക്കും പരിചരണത്തിനു വേണ്ടി അവർ നിന്നതായി സംഭവങ്ങൾ, ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് രോഗസന്ദർശനം എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സൽക്കർമ്മമാണ്. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, അതൊരു മുസ്ലിമിന്റെ കടമയാണ്. അതിന് പ്രതിഫലമുണ്ട്. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. അതൊക്കെ നിർവഹിച്ച് ആ കടമകൾ പൂർത്തീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതുമായി ഒരുപാട് കാര്യങ്ങൾ, ധാരാളം പ്രതിഫലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങളും ധാരാളമായി നമുക്കതിൽ കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രോഗിയായി കിടക്കുകയാണ്. നിങ്ങൾ അയാളുടെ അടുക്കലേക്ക് രോഗസന്ദർശനത്തിന് പോകുമ്പോൾ അയാളുടെ രോഗവിവരണം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അയാളുടെ നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കണം. മുസ്ലിമായ ഒരാൾ രോഗിയായിക്കൊണ്ട് കിടക്കുകയാണ്. അയാളുടെ രോഗം അത് മൂർച്ഛിക്കുന്നുണ്ട്. എല്ലാ ആളുകളും അയാളെ സന്ദർശിക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ബാധ്യതകളിൽ കടമകളിൽപ്പെട്ടതാണ് അവന്റെ നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്നത്. കാരണം പ്രായപൂർത്തിയായ സ്വബോധമുള്ള ഓരോ മുസ്ലിമിനും 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്, അല്ലേ? അതിൽ യാത്രക്കാരന് ഇളവുണ്ട്, അതിൽ രോഗിക്കിളവുണ്ട്, അല്ലേ? ഏതൊരു മനുഷ്യനും പ്രയാസങ്ങൾക്കനുസരിച്ച് അവന് ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ രോഗിക്ക് പോലും ഇസ്ലാം ഇളവ് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിന്ന് നമസ്കരിക്കുവാൻ കഴിയാത്തവന് ഇരുന്ന് നമസ്കരിക്കാം, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് കടന്ന് നമസ്കരിക്കാം. കടന്നു പോലും നമസ്കരിക്കുവാൻ കഴിയാത്തവരെ കൊണ്ട് അവന്റെ കണ്ണും മനസ്സും കൊണ്ട് അവനെ നമസ്കരിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, അല്ലേ? നമുക്ക് നിസ്സാരമായൊരു പനി വരുമ്പോ, അല്ലേ, നമുക്ക് നിസ്സാരമായ ഒരു അസുഖം വരുമ്പോ നമസ്കാരങ്ങൾ എത്ര നമ്മൾ ഒഴിവാക്കാറുണ്ട് സഹോദരങ്ങളെ. നമുക്കൊരു വേദന വരുമ്പോ, ഊരക്കും അതല്ലെങ്കിൽ കാലിനും ഒരു വേദന വരുമ്പോ നിന്ന് നമസ്കരിക്കാൻ കഴിയാതെ ഇരുന്ന് നമസ്കരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ, അല്ലേ? സഹാബാ കിറാമിൽ നമുക്ക് കാണാൻ കഴിയും, വേദനകൾ സഹിച്ചാലും പ്രയാസങ്ങൾ ഉണ്ടായാലും അവർ നിന്ന് മാത്രമായിരുന്നു നമസ്കരിച്ചിരുന്നത്. അവർക്കതൊരു വേദനയായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ കഴിയും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ 2 നിൽപ്പാണുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ മുന്നിൽ ഭൂമിയിൽ നമസ്കരിക്കുവാൻ നിൽക്കുന്നത്. 2, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ, അവന്റെ മുന്നിൽ വിചാരണക്ക് വേണ്ടി നിൽക്കുന്നത്. ഏറ്റവും മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒന്നാമത്തെ നിൽപ്പ് എന്ന് പറയുന്നത് അവന്റെ നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരത്തിൽ സൂക്ഷ്മതയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, തഖ്വയോടുകൂടെ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിൽപ്പ് അഥവാ പരലോകത്തെ നിൽപ്പ് എന്ന് പറയുന്നത് അവൻ എളുപ്പമായി കൊണ്ടുമാറും. ഇനി ഭൂമിയിൽ ഒന്നാമത്തെ നിൽപ്പ് അഥവാ നമസ്കാരത്തിനു വേണ്ടി നിൽക്കുന്ന നിൽപ്പ് പേടിയില്ലാതെ, ഭയഭക്തിയില്ലാതെ, തഖ്വയില്ലാത്ത അവന്റെ നിൽപ്പാണെങ്കിൽ പരലോകത്തവന് കഠിനവും പ്രയാസവും വേദനാജനവുമായിരിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരം അത് രോഗിയായി കൊണ്ടിരിക്കുമ്പോഴും അല്ലാത്ത സമയവും എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് രോഗിയാകുമ്പോ അവൻ അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെയുള്ള ചികിത്സകൾ മാത്രമേ അവൻ ഉപയോഗിക്കാൻ, പ്രയോജനപ്പെടുത്തുവാൻ പാടുള്ളൂ, അല്ലേ? നമുക്കറിയാം എന്താണ് അനുവദിക്കപ്പെട്ടത്, എന്താണ് അനുവദിക്കപ്പെടാത്തത്, അല്ലേ? ഏലസ് കെട്ടുക, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കുക. ഈ ചികിത്സ ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അവനെ ഉപദേശിക്കലും അവൻ അതിൽ നിന്ന് തടയുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളായ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചില ആളുകൾ പറയും, എത്ര പറഞ്ഞാലും കേൾക്കില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാണുന്നിടത്തെല്ലാം പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെതിരായിട്ടുള്ളത്, ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള രോഗശമനത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കൽ, അത് പാടില്ല എന്ന് പറയൽ, ഉപദേശിക്കൽ നമ്മുടെ ബാധ്യതയാണെന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രീതിയിൽ
രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യം ഇനിയും സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിലാകാം. ഇന്ന് ആത്മാർത്ഥമായി നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള സഫർ എന്ന് പറയുന്ന 45 വയസ്സുള്ള ഒരു യുവാവിന്റെ അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമയമാണെന്ന്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, യുവത്വമാണ്. ഏതു സമയത്തും രോഗങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ലോകത്തുള്ളത്. പ്രായഭേദമില്ലാതെ അസുഖങ്ങളിൽ നിന്ന് കടന്നുകൊണ്ടുപിടിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എപ്പോഴാണ് രോഗങ്ങൾ കടന്നു വരിക എന്നറിയില്ല. അത് അള്ളാന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ നേടിയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി മജ്ജ മാറ്റിവെക്കുന്ന ഈ ശാസ്ത്രജ്ഞയ എത്രയും ലളിതമായി ഒരു പ്രയാസവുമില്ലാതെ അദ്ദേഹത്തിന് നടക്കുകയും സമാധാനത്തോടും സന്തോഷത്തോടും അദ്ദേഹം കുടുംബത്തിലും നാട്ടുകാർക്കിടയിലും തുടർന്നുള്ള ജീവിതത്തിലേക്കും എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാൻ അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് മജ്ജ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷമുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം അള്ളാഹു ആ കുടുംബത്തെ സംരക്ഷിക്കുകയും സമാധാനം നൽകി നൽകുമാറാവട്ടെ. റഹ്മാനായ നാഥ, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് പലരും വേദനകളോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ നാഥ. അവരുടെ പ്രാർത്ഥനകളുടെ തേട്ടങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അല്ലാഹ് നീ അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട്, സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന പലരും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് നൽകപ്പെട്ടിട്ടുണ്ട് നാഥ. അവരുടെ രോഗത്തിന് ശിഫാഉൻ ആജിൽ നീ പ്രദാനം ചെയ്യുമാറാവണേ. അത്തരത്തിൽ മാരകമായ രോഗങ്ങൾ നൽകി, പരീക്ഷണം നൽകി ഞങ്ങളുടെ ജീവിതത്തെ പരീക്ഷിക്കല്ല നാഥ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളുടെ ജീവിതത്തെ നീ പരീക്ഷിക്കല്ല നാഥ. അള്ളാഹുവേ, സാമ്പത്തികമായി പ്രയാസങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കടങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹ്, നീ നൽകുന്ന ഏത് ചെറിയ സമ്പത്തിലും നിന്റെ ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. കടങ്ങളുള്ളവർക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കടങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ ചെയ്തു വച്ച ഏതേത് പാപങ്ങളും ഇതിലേക്ക് ഏറ്റുപറഞ്ഞ് മടങ്ങാനുള്ള ഒരു സന്മനസ് നൽകി അള്ളാഹ് നീ അനുഗ്രഹിക്കണമേ നാഥ. ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. മരണം വരെ, നാളെ പരലോകത്ത് വരെ അതൊന്നും നഷ്ടപ്പെടുത്താതെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അഅ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياءكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعذرنا من النار، اللهم أعذرنا من النار، اللهم أعذرنا من النار. آمين آمين ورحمتك يا أرحم الراحمين.